പ്രദേശത്തെ ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിയാണ് ചാലിയാർ പുഴയിലെ തിരച്ചിൽ നടത്തുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മൃതശരീരങ്ങളുടെ കണക്ക് കൃത്യമായി കണക്കാക്കാൻ DNA ടെസ്റ്റ് നടത്തുന്നുണ്ട്. വിനോദസഞ്ചാരികളോ അതിഥി തൊഴിലാളികളോ ഉണ്ടോ എന്നും കണ്ടെത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി. ഞങ്ങൾ ഇന്നലെ മീറ്റിംഗിൽ ആലോചിച്ച കാര്യം ചാലിയാർ പുഴയിൽ ഏകദേശം 40ഓളം കിലോമീറ്റർ നമുക്ക് 3 ജില്ലയിലുണ്ട്. കോഴിക്കോട് ഫറൂഖിലാണ് ചെന്ന് അടിയുന്നത്, കടലിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ കോഴിക്കോട്, മലപ്പുറം, അതുപോലെ തന്നെ ചാലിയാർ പുഴയുടെ ഭാഗമല്ല 8 പോലീസ് സ്റ്റേഷൻ. ഈ 8 പോലീസ് സ്റ്റേഷൻ പരിധി ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. ആ തെരച്ചിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഇന്നലെ തന്നെ അത് നന്നായി പോയിട്ടുണ്ട്. ഈ 8 പോലീസ് സ്റ്റേഷനും ഒരു പോലീസ് ഹെഡ് ഉണ്ടാവുമല്ലോ. ആ പോലീസ് ഹെഡിന്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ വെച്ചാണ് തിരയുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പുഴ അറിയുന്നവരെ അതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പുഴയുടെ ഓരോ ഭാഗവും അറിയുന്നവരുണ്ട്, അത് അവിടുത്തെ നാട്ടുകാരാണ്. അവർക്ക് പുഴയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. ആ പുഴയുടെ സ്വഭാവം അറിയുന്നവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അപ്പൊ അവരുകൂടിയുള്ള ഒരു ടീമാണ് ഇപ്പോ തെരച്ചിൽ നടത്തുന്നത്. നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചു കാണുന്ന 4 മൃതദേഹങ്ങളാണ് കിട്ടിയത്. 4 എണ്ണം. 4 മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ 3 എണ്ണവും മലപ്പുറം ജില്ലയിൽ നിന്ന്. 14 എണ്ണം മിനിഞ്ഞാൻ നമുക്ക് കിട്ടി. 14 എണ്ണം. അപ്പോ ഇന്നലെ അത് 4 ആണ്. ഇന്ന് നല്ല നിലയിലാണ്. ഇന്നലത്തെയും മിഞ്ഞാനത്തെയും അതിനു മുമ്പുള്ള ദിവസമൊക്കെ പ്ലാൻ ചെയ്തപോലുള്ള കാര്യം തന്നെയാണ് സോണായി തിരിച്ച് പ്ലാൻ ചെയ്യുന്നത്. സോണിൽ ഞങ്ങൾ നൽകുമ്പോൾ പൊതുവെ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാ സോണിലും ഒരുപോലെയുള്ള ആളുകളെ ഡിപ്ലോയ് ചെയ്തിരിക്കും. 1300ഓളം വരുന്നവരുണ്ട്. ഞാൻ എന്റെ കണക്കൊക്കെ പറഞ്ഞാണ്, ഇനി ആവർത്തിക്കുന്നില്ല. അതിൽ എല്ലാ UDF MLAമാരും 1 മാസത്തെ ശമ്പളം വയനാടിന് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വരുമാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, അനാഥരായ കുട്ടികൾ തുടങ്ങിയവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ പദ്ധതി UDFനുണ്ടെന്നും VD സതീശൻ. UDFിലെ എല്ലാ MLAമാരും അവരുടെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ, ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവും. ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ 100 വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് വലിയൊരു പുനരധിവാസ പ്രക്രിയ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ തോതിലുള്ള ഒരു ആശ്വാസമായി വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തും. അവരതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഇത് വരും. UDFിലെ എല്ലാ ഘടകകക്ഷികളും ഈ ശ്രമങ്ങളിൽ, ഈ പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും. അപ്പോൾ പുനരധിവാസം നടത്തുന്ന സമയത്ത് ഈ വീടുകളിലേക്ക് ആളുകൾ മടങ്ങിപ്പോകുമ്പോൾ വരുമാനം നഷ്ടപ്പെട്ട പല കുടുംബങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും അനാഥരായ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫാമിലി പാക്കേജ് കൂടി വീട് നിർമ്മിച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ പോലും കയ്യിലൊന്നുമില്ല, ഒരു സാധനം കയ്യിൽ അവശേഷിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുകൂടി ഈ എല്ലാ കുടുംബങ്ങളെയും 400ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ മുഴുവൻ പരിശോധിച്ച് വിവിധ കാറ്റഗറികളിലാക്കി എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റും ആ സഹായങ്ങളെല്ലാം ഇപ്പൊ പ്രഖ്യാപിച്ചത് കൂടാതെയുള്ള സഹായങ്ങൾ കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. പൂർണ്ണമായി ആ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി സഹകരിക്കും.